കുത്തേറ്റ് തന്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുറ്റും കൂടി ആളുകളോട് പറഞ്ഞു, അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. നിസ്കാരം ഒരാൾ നിർബന്ധമാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതുവരെ അത് പിന്തിച്ചു വെക്കുകയും അങ്ങനെ ബോധപൂർവം അവൻ നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്താൽ അവൻ കാഫിറാണ്. ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ധാരാളം ഉലമാക്കളുടെ അഭിപ്രായമാണ്. എന്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ബൈന റജുലി വബൈന ശിർകി വൽ കുഫർ തർക്കു സ്വലാഹ്. ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വിടവ് എന്താണ് എന്ന് ചോദിച്ചാൽ തർക്കു സ്വലാഹ്, നിസ്കാരം ഉപേക്ഷിക്കല. ഒരു മനുഷ്യനും ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വേർതിരിവ് എന്താണ് എന്ന് ചോദിച്ചാൽ തർക്കു സ്വലാഹ്, നിസ്കാരം ഉപേക്ഷിക്കല. അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാഹ്. നമുക്കും അവർക്കും ഇടയിലുള്ള കരാർ, മുസ്ലിമീങ്ങൾക്കും മുശ്രിക്കീങ്ങൾക്കും ഇടയിൽ അവരെ വേർതിരിക്കുന്ന കരാർ നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റൻ ഗൈറ അസ്സലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഒരു പ്രവർത്തനവും ഉപേക്ഷിക്കുന്നത് അവർ കുഫറായി കണ്ടിരുന്നില്ല. നിസ്കാരം ഒഴികെ നിസ്കാരമല്ലാത്ത ഒരു പ്രവർത്തനവും അത് ഉപേക്ഷിക്കുന്നത് സഹാബികളിൽ ഒരാളും കുഫറായി കണ്ടിരുന്നില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്? അദ്ദേഹം വഫാത്താകുന്നത് ഷഹീദായിക്കൊണ്ടാണ്. എപ്പോഴാണ് ഷഹീദായത്? അദ്ദേഹം രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിൽ വന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിന് കൈകെട്ടിയ വേളയിലാണ് മജൂസിയായിരുന്ന ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് കുത്തിയത്. കുത്തേറ്റ് തന്റെ ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുറ്റും കൂടി ആളുകളോട് പറഞ്ഞു, അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. നിസ്കാരത്തിനല്ലേ അദ്ദേഹത്തിന് കുത്തേറ്റത്. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ. നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ യാതൊരു പങ്കുമില്ല. ഏത് സന്ദർഭത്തിൽ അത് പറഞ്ഞത്? കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിലാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് സ്വലാത്തുൽ ഖൗഫ്, യുദ്ധത്തിനിടയിൽ നിസ്കരിക്കുന്ന നിസ്കാരം. അത് തന്നെ ജമാഅത്തായാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ശത്രുക്കളുമായി യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നിസ്കരിക്കണം? അല്ലെ, രണ്ട് വിഭാഗം ആളുകൾ രണ്ട് സഫുകളായി മാറി നിന്ന് ഒരാൾ ഇമാമ് നിൽക്കണം. ഒന്നാമത്തെ സഫ് ഒന്നാമത്തെ റക്അത്ത് നിസ്കരിക്കുക. അപ്പോൾ പിന്നിലുള്ളവർ തങ്ങളുടെ ആയുധങ്ങളുമായി യുദ്ധത്തിലേർപ്പെടുക. അങ്ങനെ ഒന്നാമത്തെ റക്അത്ത് അവർ പൂർത്തീകരിച്ചാൽ, ഇമാമിനോടൊപ്പം പൂർത്തീകരിച്ചാൽ ഒന്നാമത്തെ സഫിലുള്ളവർ അവർ യുദ്ധത്തിലേക്ക് കയറുക. അപ്പോൾ പിറകിലെ സഫിലുള്ളവർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. നോക്കൂ നിങ്ങൾ, യുദ്ധത്തിൽ നിൽക്കുന്ന സമയം അപ്പോൾ വരെ നിസ്കാരത്തിന് ഒഴിവില്ല, നിസ്കാരത്തിൽ ഇളവില്ല, സമയത്ത് നിന്ന് മാറ്റിവെക്കാൻ ഇളവില്ല. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഈ കാലത്ത് വളരെ ശ്രദ്ധയില്ലാത്ത ആൾക്കാരുണ്ട്. എന്തിനധികം ചില വീടുകളിൽ കല്യാണമായി കഴിഞ്ഞാൽ 2-3 ദിവസത്തെ കല്യാണം ഉണ്ടെങ്കിൽ 3 ദിവസത്തെ നിസ്കാരം, 4ാമത്തെ ദിവസം എല്ലാം കൂടി ഒരുമിച്ച് നിസ്കരിക്കും. അവന്റെ വിചാരം അവന്റെ ബാധ്യത കഴിഞ്ഞാൽ. സമയമായാൽ നിസ്കാരം പിന്തിക്കാൻ ഒരാൾക്കും അർഹതയില്ല, അവകാശമില്ല. അള്ളാഹു ഇളവ് നൽകിയിട്ടില്ലാത്ത കാര്യമാണത്. യുദ്ധത്തിനിടയിൽ വരെ ഇപ്രകാരമാണ് കാര്യമെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ മറ്റു സന്ദർഭത്തിൽ?